പോകാം. പുട്ടുണ്ടാക്കാൻ വേണ്ടി സാധാരണ എടുക്കുന്ന പോലെ തരിതരിപ്പായിട്ടുള്ള റൈസ് പൗഡർ ഞാൻ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2 കപ്പ് നമ്മുടെ ചൂടുപാൽ ഇളം ചൂടുപാലും എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ വെള്ളത്തിലാണ് പുട്ട് കുഴയ്ക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പാലിൻ്റെ അകത്താണ് കുഴയ്ക്കേണ്ടത്. അപ്പോൾ പാലിൻ്റെ അകത്ത് ഞാനത് കുഴച്ച് കാണിക്കുവാണ്. കുറേശ്ശെയായിട്ട് ആദ്യം കുറച്ച് പാൽ അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് അത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുക്കറിലോട്ട് കുറച്ച് ജീരകവും ഇട്ട് കുക്കർ അടച്ച് സ്റ്റീം വരാൻ വേണ്ടി പുട്ട് കുറ്റി വെച്ചിരിക്കണം. കുഴച്ചിട്ടിരിക്കുന്ന നമ്മുടെ പുട്ടിൻ്റെ ഇതിലോട്ട് പുട്ടുപൊടിയിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതിൻ്റെ പകുതി ക്യാരറ്റും പകുതി തേങ്ങയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പുട്ടുപൊടിയിൽ ക്യാരറ്റും തേങ്ങയും കൂടെ നല്ലതുപോലെ പിടിക്കണം. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. പഴമാണെങ്കിലും നല്ലതായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കുക്കറിൽ വെച്ചിരുന്ന പുട്ടുകുറ്റി കൂടി അതിൻ്റെ നോവിൽ കൂടി ആവി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് പൊടി നിറയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊടി വാരി നിറച്ച് കൊടുക്കണം. കുത്തി വെച്ച് നിറയ്ക്കല്ല. കുറച്ച് ഒരു സ്പൂണും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ നിറച്ച് കൊടുക്കുക. പകുതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിറച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇന്നാൾ വെജിറ്റബിൾ പുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ പുട്ട് നനയ്ക്കുന്ന സമയത്ത് പാൽപ്പൊടിയും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാലെടുത്തത്. ബാക്കി പുട്ടുപൊടിയും കൂടെ ഇട്ട് നിറച്ച് കൊടുക്കുക. മേളിൽ കുറച്ചുകൂടി തേങ്ങ നമുക്ക് വെച്ച് കൊടുക്കണം. തേങ്ങ ഇട്ട് നല്ലതുപോലെ അത് ഫില്ല് ചെയ്ത് പുട്ട് വേവിക്കാൻ വയ്ക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന കുക്കറിൽ വെച്ച് വേവിക്കുന്ന പുട്ടുകുറ്റിയാണ്. അപ്പോൾ കുക്കറിൻ്റെ നോവിൽ കൂടെ നല്ലതുപോലെ ആവിയിൽ വെളി വരണം. ഇത് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുക്കറിൻ്റെ നോവിലോട്ട് അത് പ്ലേസ് ചെയ്ത് നമ്മുടെ പുട്ടുകുറ്റി പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മേളിൽ കൂടെ നല്ലതുപോലെ ആവി വന്നു തുടങ്ങി. അത് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചിട്ട് ഫുൾ